നമ്മുടെ സംസ്ഥാനത്ത് 14 ജില്ലകളാണ് ഉള്ളതെങ്കിൽ ബി.ജെ.പിക്ക് ഇനി എത്ര ജില്ലാ കമ്മിറ്റികളുണ്ട്? 31 ജില്ലാ കമ്മിറ്റികളെന്നാണ് ഒരു പുതിയ നയം, ഒരു എന്താണ് പറയുക, തന്ത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തിന് 31 ജില്ലാ കമ്മിറ്റികൾ ബി.ജെ.പിക്ക് ഉണ്ടാകാൻ പോകുന്നു എന്ന വാർത്ത പുറത്തുവരുന്നത്. എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായി പ്രവർത്തിക്കാനാണ് ബി.ജെ.പിയുടെ ശ്രമം. അതെ, 5 ജില്ലകളിലാണ് തോന്നുന്നു, തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് ഊന്നൽ നൽകുന്നത്. അതെ, അതടക്കമുള്ള 5 ജില്ലകളിൽ 3 വീതം ജില്ലാ കമ്മിറ്റികൾ ഉണ്ടാവുമെന്നാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ പ്രവർത്തനം, അതൊക്കെ വരും ദിവസങ്ങൾ അറിയാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. സംഘടനാപരമായ സൗകര്യം കണക്കിലെടുത്താണ് ബി.ജെ.പിയിൽ സമ്പൂർണ്ണമായ ഉടച്ചുവാർക്കലുണ്ടായത്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ 3 ജില്ലാ കമ്മിറ്റികൾ വീതമുണ്ടാകും. മറ്റ് 7 ജില്ലകൾക്ക് 2 ജില്ലാ കമ്മിറ്റികൾ എന്ന നിലയിലാണ് കണക്ക്. പത്തനംതിട്ട, വയനാട് ജില്ലകളിൽ ഓരോ കമ്മിറ്റികൾ തന്നെ തുടരും. സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജനുവരിയോടെ പുതിയ ജില്ലാ കമ്മിറ്റികൾ നിലവിൽ വരും. ഇന്ന് എറണാകുളത്ത് ചേർന്ന ബി.ജെ.പിയുടെ കോർ കമ്മിറ്റിയിലാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. നേരത്തെ നിയമസഭാ മണ്ഡലം കമ്മിറ്റിയെ ബി.ജെ.പി 2ആയി വിഭജിച്ചിരുന്നു. ഇത് വിജയം കണ്ടതോടെയാണ് ജില്ലാതലത്തിലും പുതിയ പരീക്ഷണം. അതേസമയം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അടിമുടി പൊരുതാനുറച്ചാണ് ബി.ജെ.പി നേതൃത്വത്തിന്റെ നീക്കങ്ങൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ, തിരുവനന്തപുരം കോർപ്പറേഷനുകൾ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കാനും കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോർ കമ്മിറ്റി വിപുലീകരിച്ച ബി.ജെ.പി സംസ്ഥാന ഉപാധ്യക്ഷയായ ശോഭാ സുരേന്ദ്രൻ, കെ.എസ്. രാധാകൃഷ്ണൻ എന്നിവരെയും ഉൾപ്പെടുത്തി. 24 കൊച്ചി.